നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ധീരജിനോടൊപ്പമാണ്. ധീരജ് ശരിക്കും സിനിമയിൽ ഒരു ആക്ടർ ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എത്തുകയും സിനിമയിൽ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലേക്ക് മാറുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. ധീരജ് നമസ്കാരം. നമസ്കാരം. ധീരജ് ശരിക്കും സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? സിനിമയിലേക്ക് എത്തിപ്പെട്ടത് യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ടതാണ്. കുടുംബക്കാരിൽ പല ആൾക്കാരും സിനിമയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരാളെയായിട്ടും ഞാൻ സിനിമ എന്നുള്ള സംഭവം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആരോടും. അങ്ങനെ ഞാനൊരു സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ ഞാൻ മത്സരിക്കുന്ന ടൈമിൽ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറും കൂടി ആയിരുന്നു. അത് ശരി. അപ്പോൾ അത് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടും പഠിക്കുക ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ എല്ലാ A to Z ഇതിലും ഞാൻ പേര് കൊടുക്കും. ഈവൻ കഥ എഴുത്താണെങ്കിലും അത് അവിടുന്ന് തൊട്ടിട്ട് പെർഫോമൻസ് വരെ ഞാൻ പേര് കൊടുക്കും. അങ്ങനെ എല്ലാവരും ഇത് ചെയ്ത് ചില ഇതിൽ സ്റ്റേറ്റ് ലെവലിൽ വരും. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ വന്ന് ക്ലാസിക്കൽ ഡാൻസ് ആണ് തോന്നുന്നു കളിക്കുന്ന ടൈമിലാണ് ആരോ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് ആ യുവജോൺസ് എല്ലാം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് MT സാറിൻ്റെ അടുത്തുനിന്ന് MT സാറിൻ്റെ അസിസ്റ്റൻ്റാണ് ഒരാൾ വിളിക്കുന്നത്. എൻ്റെ ഫാദറിനെയാണ് വിളിച്ചത് ആദ്യം. ശരി. അപ്പോൾ ഇങ്ങനെ വരാൻ പറ്റുമോ, ഒരു കാര്യം ഡിസ്കസ് ചെയ്യുക, ഒരു പ്രൊജക്റ്റിനെ വേണ്ടി ഡിസ്കസ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു കലാ ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആൾ. പല ഇതിലായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തില്ല എന്നുള്ളൂ. അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട്. മകനെ ഒരു കലാകാരനാക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പം അച്ഛനെ കുറിച്ചൊന്ന് ചോദിച്ചോട്ടെ. അച്ഛൻ കലാപരമായിട്ട് എന്തെങ്കിലും? അച്ഛന് കലാപരമായിട്ട് ഒരു കഴിവില്ല. അച്ഛൻ സാധാരണ ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അജ്മാനിൽ. അജ്മാൻ പാലസിന്റെ ഇതായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് എനിക്കിതിലൊരു ഇതുണ്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹം എല്ലാം എനിക്ക് ഫെസിലിറ്റീസ് ഒക്കെ ആക്കി തന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്തു മകനെ ഒരു കലാകാരനായി തീരാൻ വേണ്ടിയിട്ട്. അപ്പം അച്ഛൻ്റെ റിലേറ്റീവ്സ് അവർക്കാർക്കെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അച്ഛൻ്റെ റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ റിലേറ്റീവ്സിൽ പെട്ട കുറേ ആൾക്കാർ ഇപ്പോഴും സിനിമ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അത് ശരി. അപ്പോൾ അതിലൊരാളാണ് ശ്വേതമേനോൻ. അച്ഛൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ മോളാണ്. ഓക്കെ. പിന്നെ അച്ഛൻ്റെ അളിയനാണ് ONV കുറുപ്പ്. ഓ അത് ശരി. അപ്പോൾ അങ്ങനെ ആ ഒരു കലാപരമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരെ കൂടാതെ കുറെ ആൾക്കാർ, സിത്താര കൃഷ്ണകുമാർ, അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പൊ സിനിമയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അച്ഛൻ ആരോടും റെക്കമെൻഡേഷൻ ഒന്നും പോയില്ല. എൻ്റെ ആദ്യത്തെ ഓഡിഷൻ ഉണ്ടികളെ ഒരു കഥ പറയാമെന്നുള്ള സിനിമയാണ് എൻ്റെ ഓഡിഷൻ. ഫസ്റ്റ് ഞാൻ സിനിമ ആദ്യമായിട്ട് ഓഡിഷൻ ചെയ്യുന്നത് എന്നെ അതിലൊരു ചെറിയൊരു കുട്ടിയുടെ റോളായിരുന്നല്ലോ. അപ്പോൾ അതിൽ കമൽ സാറൊക്കെ നിൽക്കുന്നത് എനിക്കിപ്പോൾ ഒരു അവ്യക്തമായൊരു ഓർമ്മ ഉണ്ട്. ലാലേട്ടുണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു അവ്യക്തമായ ഒരു ഓർമ്മയിലാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ്. പിന്നെ അങ്ങനെ പടിപടിയായിട്ട് ചെറുപ്പത്തിലൊക്കെ ചെയ്തിരുന്നു. അതിൽ സെലക്റ്റും ചെയ്തിരുന്നു. നിങ്ങളൊരു കഥ പറയുന്നത് ഞാൻ സെലക്റ്റഡ് ആണ് ഓൾറെഡി. പക്ഷെ അന്നേരം എനിക്ക് ഇത് പിടിച്ചു, എന്താ പറയുക, ചിക്കൻ ബോക്സ് പിടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഒന്നും പിന്നെ ചെയ്യാൻ പറ്റിയില്ല, പങ്കെടുക്കാൻ പറ്റിയില്ല. അൺഫോർച്യുനേറ്റ്ലി പോയി. പിന്നെ കാലങ്ങൾക്ക് ഇപ്പുറം കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഇത് വരുന്നത്. അങ്ങനെ ഇവരെ അടുത്ത് പോയി. ഇപ്പോൾ MT സാറിൻ്റെ വീട് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് കൂടല്ലൂർ എന്ന് പറയും. ഞാൻ കുമരത്തല്ലൂരാണ്. അപ്പോൾ കൂടല്ലൂർ എന്നുള്ള തൊട്ടടുത്തുള്ള ഗ്രാമമാണ്. അവിടെയാണ് MT സാറിൻ്റെ വീട്, തറവാട്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന് കാണാൻ, എല്ലാവരെയും പരിചയപ്പെടാനും എല്ലാം കൂടി വേണ്ടിയിട്ട് ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോണത്. അപ്പോൾ പോയപ്പോൾ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കില്ല, ആരോടും ചിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ കാല് തിണ്ടുണ്ട് അവിടെ, പണ്ടത്തെ തിണ്ട് എന്ന് പറയും, കോലായ എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും. അങ്ങനെ കാല് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മൂപ്പര ഒരു സ്വതസിദ്ധമായ ഒരു ഇതിൽ ഇരിക്കുന്നുണ്ട്. ഞാനാച്ചാൽ അന്നേരം MTയുടെ ഒരു ആരാധകനും കൂടിയാണ് ഞാൻ. കാരണം MT സാറിൻ്റെ ഒട്ടുമിക്ക എല്ലാ കഥകളും ഞാൻ വായിച്ചു. കാലമായാലും, നാലുകെട്ടായാലും, അസുരത്തായാലും, രണ്ടാം മൂഴാണെങ്കിലും ഒക്കെ 2, 3, 4 പ്രാവശ്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ നാലുകെട്ടൊക്കെ കുറേ പ്രാവശ്യം വായിച്ചു. കാരണം ഞാൻ പഠിച്ച സ്കൂള്, ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ച സ്കൂൾ അതിലൊരു കഥാപാത്രമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള നരിവാളം കുന്നുണ്ട്, അതൊരു കഥാപാത്രമാണ് അതിൽ. അപ്പോൾ MT സാറ് ഞാൻ ഇത് ചെയ്ത എക്സ്പീരിയൻസ് ചെയ്ത എല്ലാം അതിലൊരു കഥാപാത്രങ്ങളാണ്.
അപ്പോൾ അതിൽ എനിക്ക് വീണ്ടും ഇൻട്രസ്റ്റ്. വീണ്ടും നമുക്കത് വായിക്കാനൊരു പ്രചോദനമാവും. അപ്പോൾ MT സാറും വലിയൊരു കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ അതിന് അതിനെപ്പറ്റി ഇപ്പോൾ സാർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അതിൽ അട്രാക്ട് ആവാൻ കാരണം. ഞാൻ കുറേ ഇത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ കഥാപാത്രങ്ങളും എനിക്ക് ഹൃദയസ്ഥാണ്, എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇതായി. അപ്പോൾ 4 ഘട്ടമാണ് നമ്മൾ സീരിയലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അതിലൊരു മുസ്ലിം ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നാടകത്തിൽ സ്റ്റേജിലൊക്കെ സ്കൂൾ പരമായിട്ട് ചെയ്തു എന്നല്ലാതെ ഇതുവരെ ഒരു ക്യാമറയുടെ മുന്നിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല, എനിക്കറിയില്ല, ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അസിസ്റ്റന്റ് എനിക്ക് ഇത് തന്നു. ഞാനൊരു മലപ്പുറം സ്ലാങ്ങിൽ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു മലപ്പുറം ജില്ലയുടെ ബോർഡറും കൂടി ആയതുകൊണ്ട് അവിടെയുള്ള മുസ്ലിംസ് സംസാരിക്കുന്ന ആ ഭാഷ എനിക്ക് വഴങ്ങും. അപ്പോൾ ഞാനതിൽ കുറച്ച് ഡയലോഗ്സ് പറഞ്ഞു. അത് മൂപ്പർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നു, ഓർമ്മയുണ്ടോ ആ ഡയലോഗ്? ഇപ്പോൾ ഇങ്ങോട്ട് പറയും കുത്തിരിക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആ ഒരു കൊളാക്കൽ ലാംഗ്വേജ് ഒരു ഇത്. നിങ്ങൾ ബൈക്കിൽ കിടാന്നൊക്കെ ചോദിക്കും. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് പകരം ബൈക്കിൽ കിടാന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ലാംഗ്വേജ് എന്നെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ അതെല്ലാം ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ നോട്ട് ചെയ്തു. കഴിഞ്ഞ് കുറച്ച് ആൾക്കാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പരിചയപ്പെട്ട് അവിടുന്ന് ഇറങ്ങുക ചെയ്തു. ഇറങ്ങി വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മാസം 1.5 മാസം കഴിഞ്ഞു തോന്നുന്നു. പിന്നെ മൂപ്പരൊരു മാതൃഭൂമി വരാന്ത പതിപ്പിൽ ഒരു ലേഖനം MT സാറിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു തോന്നുന്നത്. ഇപ്പോഴും എനിക്ക് എൻ്റെ അടുത്തുണ്ട്, അത് ഇപ്പോഴും കട്ടിങ്സ് ഉണ്ട്. അത് അതിൽ പറയുന്നുണ്ട് എൻ്റെ അപ്പുണ്ണിയെയും മുഹമ്മദിനെയും ഞാൻ കണ്ടെത്തിയതുകൊണ്ട്. ഓ അത് ശരി, ഇത് ചെയ്യാൻ പോകുന്നതിന് മുന്നത്തെ ഒരു ഇത് അപ്പുണ്ണിയെയും മുഹമ്മദിനെയും ഞാൻ കണ്ടെത്തി എന്നിട്ടൊരു സംഭവമാണ്. അപ്പം അതിൽ വിശദമായിട്ട് എഴുതുന്നുണ്ട് 4 ഘട്ടങ്ങൾ സീരിയലാവാൻ പോവാണ് എന്നുള്ള ഇതൊക്കെ. അന്നേരം നമ്മളെ പറ്റി പറയുന്നൊന്നുമില്ല, ആരാ എന്താണെന്നും പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കോള് വന്നു. അങ്ങനെ ആണ് നമ്മൾ സെലക്ട് ആയി എന്ന് അറിയുന്നത്. അങ്ങനെ എത്ര എപ്പിസോഡ് ഉണ്ടായിരുന്നു? അതൊരു 13 എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിലൊരു 9-10 എപ്പിസോഡോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 10 എപ്പിസോഡ് ചെയ്യുമ്പോഴും നമുക്ക് MT സാറുമായിട്ട് നേരിട്ട് ഇടപഴകാനുള്ളൊരു സാഹചര്യമല്ലേ അവിടെ ഉണ്ടായിരുന്നത്? മിക്കപ്പോഴും. എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഒരു സമയം ഇപ്പോൾ ഓർക്കുമ്പോൾ? MT സാറ് പൊതുവേ ഒരു അത്തരം ഒരു ആക്റ്റീവ് എന്നുള്ള ഉണ്ടാവില്ല സെറ്റിൽ. ആളിങ്ങനെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനോടായിട്ട് സംസാരിച്ച് അങ്ങനത്തെ ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പം നമ്മളോടൊന്നും ഇൻട്രാക്ഷൻ കുറവാണ്, അധികം ഇൻട്രാക്ഷൻ. ശരിക്കും ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ സീരിയലിലെ ഒരു കഥാപാത്രം എന്നുള്ള രീതിയിലുള്ള അങ്ങനെയാണ് കാണുക, അല്ല ഒരു വ്യക്തിയായിട്ട് കാണില്ല ആള്. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടാൽ അത് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയുകയെ അങ്ങനെ അഭിപ്രായം പറയുന്നത് നന്നായി കഴിഞ്ഞ അഭിപ്രായം പറയും. പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ത്രൂ ആണ് പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അധികം. കാരണം അദ്ദേഹം അധികം നമ്മളോട് ഇത് ചെയ്തിരുന്നില്ല. പക്ഷെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉപദേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു രീതിയിൽ കൂടുതലായിട്ട് നമ്മളെ അങ്ങനത്തെ ഒരു പ്രകൃതി. അത് കഴിഞ്ഞിട്ട് ഏത് സീരിയലിലേക്കാണ് പിന്നെ പോയത്? പിന്നെ അതില് നെടുമുടി വേണു ഒരു മെയിൻ ക്യാരക്ടറായിരുന്നു, ഒരു വില്ലൻ ക്യാരക്ടറായിരുന്നു. അപ്പം അതില് അങ്കിളാണ്. എൻ്റെ ഒരു ആക്ടിങ് ഇത് കണ്ടിട്ടാ തോന്നുന്നു. കുറേ ആയിട്ടാണ് ഞാൻ ഒരു ആക്ടറായി മാറിയതിട്ടാണ്. അല്ലാതെ ഞാൻ ഈ നെടുമുടി ചേട്ടന് അവിടെ വെച്ചാണോ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട്? ആ പരിചയം ഒരുപക്ഷെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് ആയി വന്നു അല്ലേ? നല്ലൊരു ചേഞ്ച് ആയി. എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ളൊരു അടുപ്പം? അങ്കിളിനായിട്ട് ആ ഒരു ഇതിന്ന് തുടങ്ങിയ ഒരു അടുപ്പം മരിക്കുന്നവരെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വരെ 2021 വരെയും ഉണ്ടായിരുന്നു പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. തിരുവനന്തപുരം പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോകും. കാലിൽ അദ്ദേഹം ഉള്ളപ്പോഴൊക്കെ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടും ഒക്കെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ അതെന്താ കാരണം വെച്ചാൽ അത് അന്നേരം അതിൽ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അങ്കിളിനായിട്ട് ഒരു സീക്വൻസ് എനിക്കുണ്ടായിരുന്നു. അതിൽ അങ്കിളിനൊരു തോർത്തുമുണ്ടൊക്കെ മുറുക്കി ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്യുമ്പോ ഒക്കെ കുറെ ടേക്കൊക്കെ പോയി ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര പറ്റുന്നില്ല. അദ്ദേഹത്തിനെ പോലത്തെ ഒരാള് ഞാൻ പണ്ട് സിനിമയിലെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ആളായിട്ട് അഭിനയിക്കുന്ന ടൈമില് ചെയ്യാൻ, അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ മതി, ഇങ്ങനെ ഇത് നിങ്ങൾ ക്യാരക്ടർ, നീയും ക്യാരക്ടർ ഞാനും ക്യാരക്ടർ, അപ്പൊ അതങ്ങനെ വിചാരിച്ചാൽ മതി, ക്യാരക്ടറായിട്ട് നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ. അപ്പൊ അതെല്ലാം കുറെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഓരോ ടിപ്പുകൾ പറഞ്ഞുതരും അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻസൈക്ലോപീഡിയ നമ്മളെ മുന്നിൽ നിൽക്കുമ്പോൾ അതൊരു
പ്രചോദനം തന്നെ. പ്രചോദനമാണ്. അപ്പം അങ്ങനെ കുറെ ഇത് തന്നു. പിന്നെ മൂപ്പരനെ അടുത്ത സീരിയലിലേക്ക് റെക്കമെൻഡ് ചെയ്തു. മൂപ്പരനെ റെക്കമെൻഡ് ചെയ്തു. ഓ അത് ശരി. അങ്ങനെ ലാസ്റ്റ് ജോലയായി വരെ എത്തി. ജോലയിൽ പിന്നെ കുറച്ച് ചെയ്യാൻ പറ്റിയുള്ളൂ. പിന്നെ ഞാൻ അവിടുന്ന് സിനിമ എന്നുള്ള ഒരു ഇതിലേക്ക് ഒരു കണക്ഷൻ കിട്ടിയപ്പോൾ സിനിമയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു.